SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ആനുവൽ സ്റ്റേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടാണ്, എയ്സർ. ഇപ്പൊ 2023 എയ്സറിന്റെ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്തത് പ്രധാം എന്ന് പറയുന്ന ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 14 മുതൽ 18 വരെ പ്രായമുള്ള റൂറൽ സ്റ്റുഡൻസിനെയാണ്. അപ്പൊ അവര് എഡ്യൂക്കേഷനിൽ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അവരെന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇവര് അഡ്രസ് ചെയ്യുന്നത്. അപ്പോ ഇതില് 26 സ്റ്റേറ്റ്സിൽ നിന്ന് 28ഓളം ഡിസ്ട്രിക്ട്സിൽ സർവേ നടത്തി. 34,745ഓളം യങ്സ്റ്റേഴ്സിനെ ആയിട്ട് ഇവര് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇ സാക്ഷി മൊബൈൽ ആപ്പ്. അപ്പൊ ഇ സാക്ഷി മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് MP ലാഡ് ഫണ്ട്. MP ലാഡ് എന്ന് പറഞ്ഞാൽ MP-കൾക്ക് സെൻട്രൽ നിന്ന് കൊടുക്കുന്ന ഒരു ഫണ്ടാണിത്. അപ്പൊ 5 കോടിയാണ് കൊടുക്കുക. അത് 2 ഗഡുവായിട്ട്, അതായത് 2.5 കോടി ഒരു പ്രാവശ്യം, പിന്നെ 2.5 കോടി ഒരു പ്രാവശ്യമായിട്ട് 5 കോടി രൂപയാണ് MP-കൾക്ക് കൊടുക്കുന്നത്. അത് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഇപ്പൊ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനോ അങ്ങനെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും അവർക്ക് ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഫണ്ടിന്റെ ആക്സസിബിലിറ്റി, അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്കീമിലേക്കാണ് അത് കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാക്ഷി മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇപ്പൊ നീതി ആയോഗ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ ഇന്ത്യ സിൻസ് 2005 and 2006 എന്നുള്ള ഒരു ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതില് വേരിയസ് ഡിപ്രിവേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് പ്യുവർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് പോവർട്ടി പറയുമ്പോൾ നമ്മൾ ഇൻകം ബേസിൽ മാത്രമാണ് പറയാം. പക്ഷെ ഇവിടെ അത് കൂടാതെ നമ്മുടെ ഹെൽത്തും എഡ്യൂക്കേഷനും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ബേസിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോവർട്ടിയുടെ വേറൊരു എക്സ്റ്റൻഡഡ് റേഷ്യോ ആണ് ഇതിന് കാണാൻ പറ്റുക. ഒരു ഡെപ്ത്, പോവർട്ടി ഒരു ഡെപ്ത് ലെവലിൽ നിന്നിട്ടാണ് ഈ പോവർട്ടി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. നെക്സ്റ്റ്, GM ക്രോപ്സ്. GM ക്രോപ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് പത്രത്തിലുണ്ട്. സുപ്രീം കോർട്ട് കറന്റ്ലി പറഞ്ഞിരിക്കുന്നത് ഈ GM മസ്റ്റാർഡിന്റെ എൻവയോൺമെന്റ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസേൺസ് അവർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ്സിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന ക്രോപ്സ് ആണ് GM ക്രോപ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. അപ്പൊ ഈ ക്രോപ്സിനകത്ത് ഇതിൻ്റെതല്ലാത്ത, ഈ പ്ലാന്റിന്റെ അല്ലാത്ത പുറത്തുനിന്നുള്ള ഒരു പുതിയ ക്യാരക്ടറിസ്റ്റിക്കോ അല്ലെങ്കിൽ പുതിയൊരു ട്രേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്പെസിഫിക് ജീനിനെ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. നെക്സ്റ്റ്, INS വിശാഖപട്ടണം. അപ്പോൾ P-15B ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ഉണ്ട് ഇന്ത്യൻ നേവിക്ക്. അതിൽ ഒന്നാമത്തേത് ലീഡ് ആയിട്ടുള്ള ഒരു ഷിപ്പാണ് INS വിശാഖപട്ടണം എന്ന് പറയുന്നത്. 2021 കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ നേവി സർവീസിലെ ലാർജസ്റ്റ് ഡിസ്ട്രോയർ ആണ്. ഈ ഒരു ഷിപ്പ് നമുക്ക് ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ വാർഫെയർ കണ്ടീഷൻസിൽ, ഈ 3 വാർഫെയർ കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റർ, DAT-SG. അപ്പൊ ഈ DAT-SG എന്ന് പറഞ്ഞാൽ 2010 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ശരിക്കും കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ഫിഷർമാനിന് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു ടൂളാണ്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള എമർജൻസി അലേർട്ടോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് വഴി നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൂൾ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കടലിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ വഴി കരയിലുള്ള ലാൻഡിലുള്ളവർക്ക് മെസ്സേജ് കൈമാറാൻ പറ്റും. അപ്പൊ ഇത് സീയിൽ എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. നെക്സ്റ്റ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അപ്പൊ ഇന്ത്യയിലെ GM ക്രോപ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം. അപ്പൊ നമ്മുടെ GM മസ്റ്റാർഡിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എൻവയോൺമെന്റ് റിലീസിന് വേണ്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. അപ്പോൾ ഈ GEAC എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ് അണ്ടർ ദ റൂൾസ് ഓഫ് 1989. ഇത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ ഫ്രെയിം ചെയ്തതാണ്. ഇതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ്. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് അഡ്വൈസറി ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഓൺ ഇമ്മ്യൂണൈസേഷൻ. ഈ SAGE, ഈ സ്ട്രാറ്റജിക് അഡ്വൈസറി ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡ്വൈസറി ഗ്രൂപ്പാണ്. വാക്സിനേഷനും ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് WHO അഡ്വൈസ് കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പൽ ബോഡിയാണ്.
അപ്പോൾ ഗ്ലോബൽ പോളിസീസ്, സ്ട്രാറ്റജീസ്, അതുപോലെ വാക്സിൻ ടെക്നോളജീസ്, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് ഡെവലപ്മെന്റ്, ഇമ്മ്യൂണൈസേഷൻ ഡെലിവറി, ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇന്റർവെൻഷൻസിലാണ് WHO സേജ് അഡ്വൈസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, ഇൻസാറ്റ് എന്ന് പറയും. ഇൻസാറ്റ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് മൾട്ടി പർപ്പസ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് ആണ്. ISRO ആണ് ലോഞ്ച് ചെയ്തത്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, മെറ്റീരിയോളജി, അതുപോലെ സെർച്ച് ആൻഡ് റെസ്ക്യൂ നീഡ്സ് ഓഫ് ഇന്ത്യ. 1983 കമ്മീഷൻ ചെയ്തു. നമ്മുടെ ഏഷ്യൻ പസഫിക് റീജിയനിൽ തന്നെ ലാർജസ്റ്റ് ഡൊമസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഇൻസാറ്റ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റീസ്, അതായത് ഹസാലിലും ഭോപ്പാലിലും ഉള്ള മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റീസ് ആണ്. Next, Chandrayaan 3 ladder on the moon successfully pinched by orbiting NASA spacecraft using laser. അപ്പോൾ നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് സക്സസ്ഫുള്ളി ഇന്ത്യൻ ചന്ദ്രയാൻ 3 ലാഡറിലേക്ക് പിഞ്ച് ചെയ്യാന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അപ്പൊ നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇന്ത്യൻ ചന്ദ്രയാൻ 3ക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ അക്കോർഡിംഗ് ടു നാസ ഇവരെന്താ ചെയ്തത് വെച്ചാൽ ഒരു ലേസർ ബീമിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ലൂണാർ റീകൺസിസ്റ്റൻസ് ഓർബിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു സംഭവം ഉണ്ട്. അതിനകത്തേക്ക് ഒരു ലേസർ ബീമിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് അത് വിക്രം ലാൻഡറിന്റെയും ഈ LROന്റെയും ഇടയിലാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് റിഫ്ലക്ഷൻ കിട്ടി. ഓക്കെ, ലൂണാർ സർഫസിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം. നമ്മൾ വിക്രം ലാൻഡറുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ലോസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇത് സാധിച്ചു. നെക്സ്റ്റ്, റോയൽ വെൽക്കം പ്ലാൻ ഫോർ മാക്രോൺ ആസ് ഹി അറൈവ്സ് ഫോർ റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഇന്ത്യ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻസീവ് പ്രോഗ്രാം ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്നത്. അദ്ദേഹം നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആണ്. അദ്ദേഹം ജയ്പൂരും ഡൽഹി എല്ലാം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ വരുന്ന ഓരോ വർഷവും വരുന്ന ഗസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം വരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ. നെക്സ്റ്റ്, ജപ്പാൻസ് അൺമാൻഡ് സ്പേസ് ക്രാഫ്റ്റ് ഈസ് ഓൺ ദ മൂൺ സേസ് ഏജൻസി. ഇപ്പൊ ജപ്പാന്റെ സ്പേസ് ഏജൻസി പറയുന്നത് സാറ്റർഡേ ഒരു അൺമാൻഡ് സ്പേസ് ക്രാഫ്റ്റ് മൂണിൽ ഇറങ്ങിയതാണ്. പക്ഷെ അതിന്റെ സ്റ്റാറ്റസ് ഒന്നും അവർ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പേര് ദ സ്മാർട്ടർ ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ, സ്ലിം എന്നാണ്. അത് ലൂണാർ സർഫസിൽ എത്തിയിട്ടുണ്ട്. Next, Airbus and CSIR IIP to collaborate on production of sustainable aviation fuel. Aviation fuel എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻസിന് യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ്. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർബസും CSIRന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം CSIR IIPയും കൂടെ ചേർന്നിട്ട് ഒരു മെമ്മറാൻഡം സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി പുതിയ ടെക്നോളജീസും ടെസ്റ്റും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. നെക്സ്റ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കാണുന്ന ഒരു പക്ഷിയാണ് അത്. ഇതെങ്ങനെ ന്യൂസിൽ വന്നതെന്ന് വെച്ചാല് ഇത് ഈ രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള ഏരിയാസിലാണ് കാണുന്നത്. അപ്പൊ അവിടെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അതുപോലെ അതിൽ നിന്നുള്ള റേഡിയേഷൻസ്, പിന്നെ നമ്മുടെ ഇലക്ട്രിക് കമ്പനികൾ, ഇതിലെല്ലാം തട്ടിയിട്ട് ഇതിന് ഡെത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് അത്രയും ക്രിട്ടിക്കലി അതിന്റെ ലൈഫ് ത്രെട്ടൺ ചെയ്തിരുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഇതൊരു ന്യൂസിൽ വരുന്നത്. ഇതൊരു ലാർജ് ബേർഡ് ആണ്. ഒരു ഹൊറിസോണ്ടൽ ബോഡി ഉണ്ട്, പിന്നെ ലോങ് ബെയർ ആയിട്ടുള്ള ലെഗ്സ് ആണ്. ലൈക്ക് ഒരു ഓസ്ട്രിച്ചിന്റെ അപ്പിയറൻസ് ആണ്. ബാഡ് എന്ന് പറയുന്നത് ഫ്ലൈങ് ബേർഡ്സിൽ ഹെവിയസ്റ്റ് ബേർഡ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വളരെ എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഹൈ ട്രാൻസ്മിഷൻ പവർ ലൈൻസിൽ പോയിട്ട് ഇവർ കൊളൈഡ് ചെയ്യാണ് ഗുജറാത്തിലെ രാജസ്ഥാനിലേക്ക്. ആ സ്ഥലങ്ങളിലാണ് ഇവർ നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഇവർക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.